ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പ്രാദേശികമായിട്ടുള്ള സഖ്യവും നീക്കുപോക്കും, അതായത് സംസ്ഥാന നേതൃത്വം അറിയാതെ, മുതിർന്ന നേതാക്കൾ അറിയാതെ നടക്കുന്ന ചില പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രമാണ്. അതല്ലാതെ ദേശീയ തലത്തിൽ നമ്മൾ കാണുന്ന ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന നിലയിലുള്ള ഒരു ധാരണയിലേക്ക് കേരളത്തിൽ LDFും UDFും പോകുന്നില്ല എന്നാണ് ഈ ചർച്ചയിൽ തന്നെ ഇപ്പോൾ ഈ രണ്ട് മുന്നണികളുടെയും പ്രതിനിധികൾ പറയുന്നത്. അങ്ങ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ശ്രീ ഗൗതം, രണ്ട് മുന്നണിയുടെയും പ്രതിനിധികൾക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. കാരണം അല്ല എങ്കിൽ കൃത്യമായ ഒരു നീക്കുപോക്ക്, പ്രീ ഇലക്ഷൻ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന രാഷ്ട്രീയ ലൈനിന് അനുകൂലമാവില്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അവർക്ക് നിലപാടെടുക്കാൻ സാധിക്കുക. അത് കൃത്യമായിട്ടത് പറയുകയും ചെയ്യുന്നുണ്ട്. നോക്കൂ, ഈ വോട്ട് മാൻഡേറ്റിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പല രീതിയിലാണ്. അത് ഒരു ദേശീയ തലത്തിലെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലെ ഒരു പാൻ കേരള പാറ്റേൺ. ഈ പാൻ കേരള പാറ്റേൺ അനുസരിച്ച് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഏത് പ്രതിപക്ഷ കക്ഷിയാണോ അതത് ഇടങ്ങളിൽ ശക്തം, ആ പ്രതിപക്ഷ കക്ഷിക്ക് അനുകൂലമായി. അത് രണ്ട് പ്രതിപക്ഷ കക്ഷികളുണ്ട്. ഒന്ന് UDF സംവിധാനവും പിന്നീട് NDA സംവിധാനത്തിൽ BJP മുഖ്യകക്ഷി എന്ന നിലയിലും. ഇവിടെ തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ BJP സാമാന്യം ശക്തമാണ്. CPMനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഭരണവിരുദ്ധത പ്രകടിപ്പിക്കാൻ പറ്റുന്നത് BJP ബാൻഡ് വാഗണിൽ ചേരുക, BJPക്ക് വോട്ട് പാർക്ക് ചെയ്യുക. അതെല്ലാം തന്നെ രാഷ്ട്രീയ വോട്ടുകളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. BJPയുടെ രാഷ്ട്രീയ വോട്ടുകളുണ്ട്, BJP സിമ്പതൈസേഴ്സിൻ്റെ വോട്ടുണ്ട്. അതുപോലെ നിഷ്പക്ഷരായ ആളുകൾ, ഭരണവിരുദ്ധ അത് UDFിൽ ചെയ്യുന്ന വോട്ട് വേസ്റ്റഡ് ആകും. LDFിനെതിരെയാണ് വോട്ട്. അങ്ങനെയെങ്കിൽ അത് BJPക്കാണ് പാർക്ക് ചെയ്യേണ്ടത്. അത് കൃത്യമായി ചെയ്തിരിക്കുന്നു. അതേസമയം ചില ഗ്രാമപ്രദേശങ്ങളിൽ LDFിനെതിരായുള്ള വോട്ട് അല്ലെങ്കിൽ ഭരണത്തിനെതിരായുള്ള ആൻറ്റി ഇൻകംബൻസി വോട്ടിൻ്റെ പ്രയോജനം UDF കാൻഡിഡേറ്റ്സിന് ലഭിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഗ്രാമീണ മേഖലയിൽ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് വലിയ ഡിവിഷനുകളിലൊക്കെ UDFിനുണ്ടായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം. പ്രത്യേകിച്ച് ഈ വടക്കൻ മേഖല, മലബാർ മേഖലയിലൊക്കെ, കോഴിക്കോട് ജില്ലയിലൊക്കെ LDFിൻ്റെ അപ്രമാദിത്വം തകർത്തുകൊണ്ട് UDFിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞതുമൊക്കെ ഈ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി നോക്കൂ, മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ കൂടി നോക്കി കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ കക്ഷികളെ മാറ്റി നിർത്തി സമുദായങ്ങൾ ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ചില സമുദായങ്ങൾക്ക് BJPയോട് ചില പേടി അല്ലെങ്കിൽ ചില ഭയാശങ്കകൾ ഒക്കെ ഉണ്ട്, ചില അപ്രിഹെൻഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥി ജയിച്ചു വരും എന്ന ഒരു ഘട്ടം വരുമ്പോൾ, അത് പാർട്ടികളൊന്നും പറയുന്നത് കൊണ്ടല്ല, മറിച്ച് BJP സ്ഥാനാർത്ഥി ജയിച്ചു വരും, ശക്തനായ BJP സ്ഥാനാർത്ഥിയാണ് എങ്കിൽ, ഈ രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും കാൻഡിഡേറ്റ്സ് ഉണ്ട് എങ്കിൽ അതിൽ ഏത് സ്ഥാനാർത്ഥിക്കാണോ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുക, ആ രീതിയിൽ ചില ന്യൂനപക്ഷ സമുദായങ്ങൾ അങ്ങനെ വോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവാം. ഈ മൂന്ന് സെനാരിയോ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കോൺഗ്രസും CPMും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ഇവിടെ കേരളത്തിൽ നമുക്കറിയാമല്ലോ ശ്രീ ഗൗതം, ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ അണികൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ BJP അല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നിന്നും വലിയ തോതിൽ BJPയിലേക്ക് പല സമയങ്ങളിലായി പൊഴിഞ്ഞുപോക്കുണ്ടാവില്ലായിരുന്നല്ലോ. ഇപ്പോൾ BJP കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല CPMൽ നിന്നും നല്ല തോതിൽ കൊല്ലം, പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ ജില്ലകളിലൊക്കെ കാര്യമായ കൊഴിഞ്ഞുപോക്ക്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ ഉൾപ്പെടെ വോട്ടുകൾ, പരമ്പരാഗതമായി LDFിൽ ചെയ്ത വോട്ടുകൾ BJPയിലേക്ക് പോയിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമുണ്ടായിരുന്നൊരു പ്രതിഭാസമാണ് എന്ന് പറഞ്ഞൊഴിയാനാവില്ല. ആ ട്രെൻഡ് ചെറിയ തോതിലെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് എപ്പോഴും BJPയിലേക്ക് പോകുന്ന വോട്ടുകൾ കോൺഗ്രസ് വോട്ടുകളല്ല, ഇപ്പോൾ അത് LDF വോട്ടുകളും പോകുന്നു. ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ തട്ടകം കോൺഗ്രസും UDFും ആകട്ടെ LDF ആകട്ടെ തങ്ങളുടെ വോട്ട് ബേസ് പിടിച്ചു നിർത്താൻ പരസ്പരം കോൺഗ്രസ് CPM വിരോധവും CPM കോൺഗ്രസ് വിരോധവും പറയേണ്ടത് ആവശ്യമാണ്. കാരണം അതാണ്, ആ പരിപ്പാണ്. BJP ശക്തമല്ലാത്ത ഇടങ്ങളിൽ ആ പരിപ്പ് മാത്രമേ വേവൂ. ഈ രണ്ട് കക്ഷികളുടെയും DNA അങ്ങനെയാണ്. അതേസമയം ഇവിടെ ഈ ചർച്ചയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ലെവലിലുള്ള ഇന്ത്യ മുന്നണി പരീക്ഷണം കേരളത്തിലും തുടരാനുള്ള സാധ്യതയുണ്ടോ? അത് തുടരും. അതുണ്ടാകാനുള്ള സാധ്യത എപ്പോഴാണ് ഉണ്ടാകുന്നത്? BJPക്ക് കേരളത്തിൽ
വ്യാപകമായ വേരോട്ടം ഉണ്ടാകുമ്പോൾ BJP ഒരു ശക്തിയാണ്, ഒരു മുഖ്യ കക്ഷിയായി വരുന്നു, ഒന്നുകിൽ ഭരണപക്ഷമായി വരുന്നു, അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായി വരുന്നു, വലിയ രീതിയിലുള്ള ഡബിൾ ഡിജിറ്റ് ഗ്രോത്തിലേക്ക് വരുന്നു എന്ന പ്രതീതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ രണ്ട് കക്ഷികൾക്ക് മാറി ചിന്തിക്കേണ്ടി വരും. ഇന്നത്തെ നിലയിൽ ആ രീതിയിലുള്ള മാറി ചിന്തിക്കലില്ല. പക്ഷേ തികച്ചും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തികച്ചും അവസരവാദപരമായ പല കൂട്ടുകെട്ടുകളും പ്രാദേശിക അടിസ്ഥാനത്തിലുണ്ട്. അത് അവസരവാദമെന്ന് ഞാൻ പറയും, പാർട്ടി പ്രതിനിധികൾ അങ്ങനെ പറയില്ല. അത് പ്രായോഗികതയുടെ പേരിൽ അത് പറയില്ല, അത് പുറത്തു പറയാൻ പറ്റില്ല. അതൊക്കെ പ്രാദേശികമായ പല കാര്യങ്ങളാണ്. ആ രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, BJP ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊന്ന് നോക്കൂ. ഈ രണ്ടുപേരും കൂടെ ചേർന്ന്, ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്ന് BJP എതിർക്കുന്നു എന്ന നറേറ്റീവ് കേരള ജനതയ്ക്ക് ഉണ്ടായാൽ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ചോയ്സ് ഉണ്ട്. ഇപ്പോൾ തന്നെ ആ രീതിയിലേക്ക് ബിൽഡപ്പ് വരികയാണ്. ഒരു വശത്ത് BJP, മറുവശത്ത് ഇന്ത്യ മുന്നണി. ഒരു 2 ഹോഴ്സ് റേസ് ആണ്. യഥാർത്ഥത്തിൽ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പ്ലൂറലിസ്റ്റിക് പോളിറ്റിയിൽ മൾട്ടി കോർണേഡ് ആകും. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ ഏറെക്കാലമായി കേരളം കണ്ടു പഴകിയ ഒരു രാഷ്ട്രീയ DNA എന്ന് പറയുന്നത് ഇടതുപക്ഷം വലതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ CPM-ഉം CPI-യും മറ്റ് കക്ഷികളും, വലതുപക്ഷം എന്ന് പറയുമ്പോൾ UDF സംവിധാനം, അത് കോൺഗ്രസും മറ്റ് കേരള കോൺഗ്രസും ഒക്കെ ചേർന്നൊരു സംവിധാനം. അവിടെ മൂന്നാമതൊരു പ്ലെയർ ശക്തമായി വരുമ്പോൾ എങ്ങനെയാണ് ആ പ്ലെയറിൻ്റെ കടന്നുവരവിനെ സ്വാഗതം ചെയ്യേണ്ടത്, നേരിടേണ്ടത് എന്ന ആശയക്കുഴപ്പമുണ്ട്. ആ ആശയക്കുഴപ്പത്തിൻ്റെ കൊറോളറീസ് ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ UDF-നും LDF-നും ഉണ്ടായിട്ടുള്ള ഈ വലിയ അങ്കലാപ്പ് എന്ന് പറയുന്നത്. ജനങ്ങളോട് എന്ത് പറയും, സമ്മതിദായകരോട് എന്ത് പറയും, ന്യൂനപക്ഷങ്ങളോട് എന്ത് പറയും? തങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് രാഷ്ട്രീയപരമായ ആത്മഹത്യാപരമാണ്, ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം ന്യൂനപക്ഷം പിണങ്ങും. ആ രീതിയിൽ വലിയൊരു വൈതരണിയിൽ തന്നെ പെട്ട് നിൽക്കുകയാണ് UDF LDF സംവിധാനങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ